നേരത്തെ പറഞ്ഞതേടിയാ വേറെ വേണ്ടാത്ത ക്യാപ്ഷനും പിടിച്ച് ഡെപ്റ്റാണെന്ന് ചോദിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരു ചേട്ടനും പടവേ അല്ലെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞ് നിങ്ങൾ ഇടുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇതോടുകൂടി ഞാൻ നിർത്തി. ഈ ഗിരിയാട്ടൻ ആയുസ് ഒരു ദിവസം കൊണ്ട് നീ ഒന്ന് പോവുകയാണ്. ആ ഒരു പിക്ക് ഞാനും ഇന്നാണ് ശ്രദ്ധിക്കണം. അത്ര മസിലുണ്ടോ ധരിക്കാറുള്ളത്. നമസ്കാരം. അവസാനത്തെ ഡേ ഓഫ് സീൻ നമ്മൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. വളരെ നന്നായിട്ട് വന്നൊരു സീൻ. ലാസ്റ്റ് ഡേയിൽ അത് ഷൂട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്ന് രാത്രി നമ്മൾ ഈ സംഭവം അറിയുന്നത്. അത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട്. ഞാനിവർ അമീൻ്റെ അടുത്ത് പറയുന്നോടാ ഈ സിനിമ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വിചാരിച്ച ലെവലിൽ പോലെ എൻ്റെ സിനിമയിലെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോകും. സംസാരിച്ചിരുന്ന പ്രൊഡ്യൂസർ ശ്രീതേട്ടനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും വിജയശേട്ടനാണെങ്കിലും ഒക്കെ സംസാരിച്ചതിന് കൂടുതൽ ഇതിനെ പറ്റി എന്ത് പറയുന്നതിന് ഞാൻ അർത്ഥമില്ല. അത് നിങ്ങൾ തന്നെ കണ്ട് അത് വിലയിരുത്തണം. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിനെക്കാട്ടും വലിയ പ്രതീക്ഷ ഓഡിയൻസിന് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പടത്തിന്റെ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും ഇറങ്ങിയ സോങ് ആണെങ്കിലും എല്ലായിടത്തും എത്തുമ്പോൾ വലിയൊരു ചർച്ച സിനിമയ്ക്ക് ഉള്ളിലുണ്ട്. ഈ പടം നന്നായി വന്നിട്ടുണ്ടെന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഇടയിലുണ്ട്. ആ ഒരു ചർച്ച 30-ാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസാണ് കണ്ടാവട്ടെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു സിനിമയായി മാറട്ടെ. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിൽ നമ്മൾ 30-ാം തീയതി പിടയ്ക്കാണ്. അത്രയേ ഉള്ളൂ. ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തക്കടിക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ലൊക്കേഷനിലും അതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതാണ് അന്ന് ആ ഇൻ്റർവ്യൂവിൽ കണ്ടത്. പക്ഷെ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ പുതുതായിട്ട് വന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമൻറ്റുകൾ. അപ്പോൾ അതിനുശേഷം ഞാൻ സാഗറിൻ്റെ സീനിയർ സീനിയർ ആക്ടറിനെയൊക്കെ അവരൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ ഇരിക്കുന്നത് അല്ലേ. പക്ഷെ വേറെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിൽ ഈ പറഞ്ഞ പോലെ ഈ 3 കോംബോ വരുമ്പോഴത്തേക്ക് ഭയങ്കര സിങ്കായാൽ മാത്രമേ അത് കോമഡീസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഈ ക്യാരമിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കാറ്. ഈ പറഞ്ഞ പോലെ ജൂനിയറെന്നോ സീനിയറെന്നോ എന്നുള്ള ഇതൊന്നും കാണിക്കാതെ നമ്മുടെ ഭയങ്കര കമ്പനിയാണ്. എനിക്ക് ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ സെറ്റിൽ മറ്റേ സീനിയർ ജൂനിയർ ആ ഒരു പരിപാടിയെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വേറെ നന്ദി പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, വാഹിദ് ഷിജേട്ടൻ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. സാഗറിൻ്റെയും വാഹിദിൻ്റെയും പേഴ്സണൽ മേക്കപ്പ് മാനാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ മേക്കപ്പ് മാനോ പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് തരിക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം എല്ലാം കൊണ്ടും സെറ്റിൽ ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടി ചെയ്തിട്ട് പോയ സെറ്റാണ്. അത് എന്തായാലും നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഇതിനൊരു മെയിൻ റോളാണ് എനിക്ക് വിജയിച്ചേട്ടൻ തന്നേക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും സുബ്രഹ്മണ്യമൊക്കെ വീഡിയോസ് ചെയ്ത് എങ്ങനെയാലും സിനിമയിൽ എത്തണം എന്ന് പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പുറത്തുള്ളവർക്കൊരു ചിന്തയുണ്ട്, ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിലോട്ട് എടുത്തിരുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പണ്ട് എങ്ങനെയാണ് ഈ വെബ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ വന്നത്, അതുപോലെയാണ് ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിലെത്തുന്നത്. അപ്പം അത് ഈ ഒരു സിനിമ കൊണ്ട് മാറും. കാരണം ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എൻ്റെ സുബ്രഹ്മണ്യനെയൊക്കെ ഈ പടത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം വലിയ റോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായാലും ഈ പടം കണ്ടത് മാറും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സ്പോട്ട് ഇംപ്രൈസേഷൻ നമുക്ക് ഇവരെല്ലാവരും നമുക്ക് ചെയ്യാനും പറ്റി. ഈ പടം വലിയൊരു വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടന്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധ്യമുണ്ട്. കാരണം എല്ലാ ആഴ്ച നമ്മൾ കണ്ടന്റുകൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫിലിമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇവർ 3 പേരാണ്. ഇവർ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ പെന്തേരയായിട്ട് ഞാൻ മാത്രമല്ല, ഇതിൽ 2-3 ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. ഗായത്രി, അനഘ, കുറച്ച് പേരും കൂടി ഉണ്ട്. സന്തോഷമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ആയിരുന്നു പ്രകടനത്തിന്റെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഞാനായിട്ട് അത് അടിപൊളി എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും 30-ാം തീയതി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റിവ്യൂ തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം. അവസാനത്തെ ഡേ ഓഫ് സീൻ നമ്മൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. വളരെ നന്നായിട്ട് വന്നൊരു സീൻ. ലാസ്റ്റ് ഡേയിൽ
അത് ഷൂട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്ന് രാത്രി നമ്മൾ ഈ സംഭവം അറിയുന്നത്. അതൊരു വലിയൊരു ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് മൊത്തം കിടപ്പുണ്ട് ഈ സിനിമയിൽ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇറങ്ങുന്നതോടെ അതിലൊരു എന്താ പറയുക, ഒരു ചെറിയ സന്തോഷം നമുക്ക് ഈ സിനിമയോട്. കാരണം അന്ന് നല്ല രീതിയിൽ എൻ്റെ ഫാദറിൻ്റെ കഥാപാത്രമാണ് നമസ്കാർ ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതും എല്ലാവർക്കും കാണാൻ പറ്റും നമുക്ക് തിയേറ്ററിൽ. താങ്ക് യു. വളരെ അതിന്റെ നീക്കുപോക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അത് നീണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും, അതിൻ്റെ ഇടയിൽ ഒരു പടം ചെയ്യാമെന്നൊരു രീതിക്കാണ് ഇങ്ങനെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഓൾറെഡി ഇതിൻ്റെ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പല സമയങ്ങളായിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾക്കറിയാം, സർവമായ എന്ന പടത്തിൽ എഡിറ്റർ രതിൻ രാധാകൃഷ്ണൻ. രതിനോടാണ് ഞാൻ ഈ കഥ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. രതിൻ പല അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മ, ഇവരോടാണ് ഞാൻ എപ്പോഴും ഇതിന്റെ ഈ കഥ പറയാം. ആ കഥയിൽ എനിക്കൊരു വിശ്വാസം വന്ന സമയത്താണ് ഞാൻ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള ശ്രീഹരി ബ്രോയോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറയും. പിന്നെ നമ്മളത് അതങ്ങ് ചെയ്തു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് ഓണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. ശ്രീഹരി ബ്രോക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തത്, എന്തായാലും ഈ പടം നമ്മളൊരു 6 മാസം അല്ലെ എഴുതി കഴിഞ്ഞാൽ ഒരു 6 മാസം 5 മാസം ഈ പടം നമ്മൾ ഓണാക്കുന്നു പറഞ്ഞു. അത് ഏറെക്കുറെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ ശ്രീധരനും അതുപോലെ സുധീഷേട്ടനും കത്തിസാരൊക്കെ വന്നുകൊണ്ട് അത് നടന്നു ഭംഗിയായി തന്നെ. ഞാൻ ഇവരെ ഇരുത്തിക്കൊണ്ട് പറയാല്ല, പ്രൊഡക്ഷൻ തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ പടത്തിന്റെ വിജയം എന്ന് പറയും. കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും നോ എന്ന് പറയാറില്ല, അത് ഓക്കെ ആണെങ്കിൽ ചെയ്തോന്ന് മാത്രമേ പറയും. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴേ നമുക്ക് നല്ല ഔട്ട് കിട്ടുള്ളൂ. അത് ഒരു ഡയറക്ടേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വല്ല മഹാഭാഗ്യമാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പോയതല്ല, അടുത്ത പടം തരാൻ വേണ്ടി പറയുന്നതല്ല. ശ്രീധരനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും കട്ടൊക്കെ കൂടി ഉണ്ടായിരുന്നത് ഈ സമയം വരെ. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് ഒരു തോളത്ത് കൈതട്ടി അതെല്ലാം ശരിയാവുന്നവരെ തട്ടി സമാധാനിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ടിരിക്കുന്ന ഈ നവരസ ഫിലിംസ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. ഒന്നും നോക്കേണ്ട ഒരു ബൗണ്ടറീസ് ഇല്ലാത്ത കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഇതിനു വേണ്ടി ഇതേപോലെ കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്തത്. ഉറപ്പായിട്ടും. കാരണം പണി നമുക്ക് ലൈഫ് തന്നു, ഒരു വലിയൊരു വഴി തുറന്നു തന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിജയശേഖരനും ശ്രീഹരിയും വന്ന് കഥ പറഞ്ഞപ്പോൾ ഈ കഥ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നട്ടല്. അപ്പം ഞാൻ അത് ഉറപ്പിച്ചു, ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിക്കണം, നല്ലൊരു കഥ ദൈവം കൊണ്ട് തന്നു, ഇനി അത് നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട്. ഞാനിവർ അമീൻ്റെ അടുത്ത് പറയുന്നോടാ ഈ സിനിമ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത് ഞാൻ വിചാരിച്ച ലെവലിൽ പോയി എൻ്റെ സിനിമയുടെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോകും. അതങ്ങനെ പറയാനുള്ള കാരണം അത്രയും വിശ്വാസമുള്ള കാരണമാണ്. അത് നിങ്ങളോടും കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത്. വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷത്തിൽ കുറച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രതീക്ഷ ഭയങ്കര വലുതാണ് മനസ്സിൽ. ആ പ്രതീക്ഷ തെറ്റാതെ തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കര വിചാരിക്കുന്നു. താങ്ക് യു. നീ ഒന്ന് പോവുക ഇല്ല അങ്ങനെ പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു പടമാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു പടം ഏതാ അതൊന്നും പടം ഒരിക്കലല്ല. ജസ്റ്റ് ആ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനത്തെ ഒരു പടമേ ഇല്ല. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ചില ഫാമിലീസ് ഒക്കെ വിചാരിക്കും നല്ലൊരു കുത്തിത്തിരിപ്പ് ചോദ്യം ചെയ്തിട്ട് ഇത് ചിരിക്കുക. അതുകൊണ്ടൊരു ബന്ധമല്ലേ പടത്തിന്. ആ ഒരു പിക്ക് ഞാനും ഇന്നാണ് ശ്രദ്ധിക്കുന്നത്. അത്ര മസിലുണ്ടോ എന്ന് എനിക്കറിയാതെ അല്ല കഷ്ടപ്പെട്ടത്. എനിക്ക് വലിയ ഈ പറഞ്ഞ ഞാൻ ഈ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോമഡി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് ഈ പടത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം ഇതിനകത്ത് കുറെ കോമഡി എലമെന്റ്സ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ വിജയ് ഈ സീൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് എനിക്ക് സാധാരണ ഗണപതിക്കൊക്കെ അത് ഒരുമിച്ചിരുന്ന് സ്പോട്ട് ഇംപ്രൈസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കയ്യിൽ ഇടാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വിജയ് സംഭവിച്ചിട്ടുമുണ്ട്. കുറെ വെട്ടികൾ എന്നാ പിന്നെ പടത്തൊന്നും കാണൂല കേട്ടോ. അപ്പോ അങ്ങനെ എന്തായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാൻ സാറും ഗണപതി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതേടിയാ വേറെ വേണ്ടാത്ത ക്യാപ്ഷനും പിടിച്ച് ഡെപ്റ്റാണെന്ന് ചോദിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരു ചെയ്തൊരു പടവേ അല്ലെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം നിങ്ങൾ ഇടുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ. സിനിമ എന്ന് പറയുന്നതും ഒരു കണ്ടന്റാണ്.
ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് ഈ പറഞ്ഞ ഞാനാണെങ്കിലും സുബിനായാലും സനീഷനായാലും എല്ലാവരും ഈ കണ്ടന്റ് വീഡിയോസിൽ എങ്ങനെയും സിനിമയിലോട്ട് എത്തുക എന്നുള്ളത്. അപ്പൊ ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിൽ കയറ്റുക, ഇവരുടെ ഫോളോവേഴ്സൊക്കെ പോയി തിയേറ്ററിൽ കാണും, എന്നിട്ട് ഇവർക്ക് ചെറിയ 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 പരിപാടി റോളുകൾ കൊടുക്കും. അപ്പൊ പക്ഷേ ഈ പടത്തിൽ എന്തായാലും ഞാനത് ഉറപ്പിച്ച് പറയാണ്, ഈ പറഞ്ഞ ഞങ്ങൾ 3 പേര് ഞാൻ നേരത്തെ സനീഷേട്ടൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. സനീഷേട്ടന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഈ പടത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞങ്ങളെ 3 പേരെയും ഈ പടത്തിൽ എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടോ വേറെ ഒന്നിനോ വേണ്ടിയിട്ടോ അല്ല കാസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം എനിക്കാണെങ്കിലും ഈ പടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ തന്നെ ചില സമയത്ത് നെറ്റിട്ടുണ്ട്, അതായത് വിതീഷേട്ടൻ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും വലിയ റോളൊക്കെ വന്ന് വെച്ചെൻ്റെ തലയിൽ തന്നെന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും തിയേറ്ററിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. കാരണം ആ സീൻ പുള്ളി വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനോടും മക്കളോടും പറഞ്ഞ് ഇരുന്ന് ചിരിക്കായിരുന്നു എന്ന് പറയുന്നു. കാരണം കുട്ടികൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഭാസ്കരന്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് ഉപ്പ ആക്ട് ചെയ്ത ഒരു എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ശ്രീധരൻ എങ്ങനെ വിളിച്ചു, ശ്രീധര എങ്ങനെ കുട്ടികളെ ചോദിക്കുന്നുണ്ട്, നമുക്കിത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ശ്രീധരൻ പറഞ്ഞു, പിന്നെ തീർച്ചയായിട്ടും കാണിക്കുന്നു. ഞാൻ കുട്ടികളെ കൊണ്ടുപോയി മക്കളോട് വെച്ച് പറഞ്ഞ ഏത് സീനാണ് കാണട്ടെ. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ട് വിജയ്, ആ സീൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ. നിർവാശം നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആ സീൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കുട്ടികൾക്ക് വേറെ സീൻ പറഞ്ഞ ആ സീൻ കാണിച്ചു കൊടുത്തു. അവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. സൂപ്പറായിരുന്നു. ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സെറ്റ് ഫണ്ടാക്കിയതും ഇവർ 3 പേരും തന്നെയാണ്. ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്താണെങ്കിലും ഈ സ്ക്രിപ്റ്റിൽ ഇവർ 3 പേരായിരുന്നു ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഈ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റാ അതിന്റെ ഒരു ഭാഗമാവെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇപ്പൊ ഈ കാണുന്ന അല്ലെങ്കിൽ ഇത്രയും മസിൽ പിടിച്ചിരിക്കുന്നത് പോലെ അല്ലായിരുന്നു. നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര ഒരു ക്യാമ്പസ് ലൈഫ് മൂഡ് തന്നെയാണ്. ബാക്ക് ടു കോളേജ് വൈബായിരുന്നു. അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അമീൻ ബ്രോ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഓൾറെഡി അറിയാം തഗ്ഗുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടായി. അപ്പൊ നിങ്ങൾ സീനിയേഴ്സ് എടുത്ത പ്രിക്കോഷൻ എന്തായിരുന്നു ഈ തഗ് പ്രതിരോധിക്കാൻ? നീ ഉത്തരം പറയുന്നോ ഞാൻ ഉത്തരം പറയുന്നോ? എനിക്കൊന്നും കിട്ടുന്നത് പ്രതിരോധിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോയോ അങ്ങനെ ഒന്നാമത് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേറെ ഒരു പരിപാടിയാണ് സിനിമ. അത്രേ പറയാനുള്ളൂ. നാളത്തെ ഒരു ദിവസം കൂടെ ഉള്ളൂ, ഒരു പരിപാടി കൂടെ ഉണ്ട് നാളെ ഒരു കോളേജ്. ഇതോടുകൂടി ഞാൻ നിർത്തി. ഈ ഗിരിയാട്ടൻ ആയുസ് ഒരു ദിവസം കൂടെ ഉള്ളൂ. ഏതെങ്കിലും ഡയലോഗ് ചെയ്തിട്ട് വേണം ആ ഒരു വർഷം പോവാൻ. അമീൻ ബ്രോ അങ്ങനെ ആ ഡയലോഗ് അമീൻ ബ്രോയിന് ഏറ്റെടുത്ത് ഗിരിയുള്ള കുട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ കൊടുത്തത്. ഞാൻ അത് ചെയ്യാതിരിക്കട്ടെ. കേട്ട് നമ്മളും അടുത്ത് ഇത് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞോ, അത്ര വലിയ പടത്തിൽ അത്രക്കുള്ളൊരു ഡയലോഗ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇത്ര എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഡയലോഗ്, കോളേജുകളിൽ പോകുമ്പോൾ പിള്ളേർ ഇത്ര ആവേശത്തോടെ പറയുന്ന ഡയലോഗ്, അത് ഈ ഫോണിൽ വരുമ്പോൾ മാത്രമാണ് ആൾക്കാർ കാണുന്നത്. ഈ ഡയലോഗ് മാത്രം പറയുന്ന കട്ട്സുകൾ. പക്ഷെ നമ്മുടെ കോളേജിൽ ചെല്ലുമ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യം വേണ്ടത് ഗിരിയേട്ടൻ വിളിക്കണ എന്നെ സാഗരം എന്നല്ല, ഗിരിയേട്ടൻ എന്നാണ് അവർക്ക് വേണ്ടത്. ആ ഡയലോഗാണ്. സോ ആൾക്കാർ പിള്ളേരുടെ ആവേശം കാണുന്നില്ല, ഇവർക്ക് ഡയലോഗ് പറയുന്നത് മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊന്നും ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ വിട്ടുപോകില്ല, ഇനിയും പറയേണ്ടി വരും. അതുപോലെ കാര്യമുണ്ട്. കാരണം ലാലേട്ടൻ ഇപ്പോഴും വീശി വിളിക്കാൻ നമുക്ക് കാണാൻ ഇഷ്ടമുള്ളൂ. അതുപോലെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാലം പോകുന്നു അതിന്റെ പോകും അല്ലേ. അതേപോലെ തന്നെയാണ് ഗണപതിയുടെ പാലും പഴവും. അപ്പൊ അവന്റെ അവസ്ഥ എന്താണെങ്കിൽ എന്റെ അവസ്ഥ നല്ലോണം അറിയാം. അപ്പൊ അത് നമ്മളൊരു ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്കത് സന്തോഷം. ഞാനത് ഇപ്പൊ എന്റെ എത്ര വർഷമായി, ഒരു ഓൾമോസ്റ്റ് 19-20 വർഷമായി. ഞാനതിപ്പോ പല സ്ഥലത്ത് ആവശ്യപ്പെടുമ്പോൾ പാടാതിരിക്കുന്നത് പറഞ്ഞാൽ അത് വീണ്ടും നമുക്ക് പുതിയ എന്തെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ വേറെ ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ അല്ലാതെ അതിനെ നമുക്കൊരു ഹേർട്ട്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അതിനൊരു പെയിനായിട്ടോ കാണുന്നുണ്ടല്ലോ. അതുള്ളതുകൊണ്ട് അതൊരു റെക്കഗ്നീഷൻ ആണ്. അതെവിടെ പോയാലും ആൾക്കാർ നമ്മളെ ഫസ്റ്റ് ചെയ്യുന്ന റെക്കഗ്നേഷൻ, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു പാട്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കൊണ്ടാണ്, ആ ഒരു കഥാപാത്രം കൊണ്ടാണ്. അപ്പൊ അതിന്നും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഉണ്ടാവും.